വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ 2025 ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുകയാണ്. സോ ഈ ഒരു അവസാന ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അറിയാം. പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതെ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ആദ്യഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് പ്രിൻ്റ് എടുക്കുക. നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി എടുക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാണ്. അവസാന ഘട്ടത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ദിവസങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഐഡിയ തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ സെഷൻ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഒരുപാട് പേർക്ക്, പഠിച്ചവരാണെങ്കിലും ഒരുപാട് പേർക്ക് അവസാന ഘട്ടത്തിൽ നെർവസ് ആകുവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ടെൻഷൻ ആകാതെ എക്സാം ഹാളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. സോ പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ ഇത്തവണത്തെ 2025 ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കാൻ PSC തീരുമാനിച്ചത്. അതിൽ ഒന്നാമത്തെ ഡേറ്റ് മെയ് 24-ഉം രണ്ടാമത്തത് ജൂൺ 28-ഉമായിരുന്നു. മെയ് 24 എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇനി ജൂൺ 28 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസം കൂടെ കിട്ടാൻ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. മാത്രമല്ല വരാൻ പോകുന്ന നമ്മുടെ മെയിൻസിന്റെ പരീക്ഷ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പ്രതീക്ഷിക്കാം. അതായത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് മെയിൻസിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ പ്രിലിംസിന്റെ പരീക്ഷ പഠിച്ച അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാർ, നിങ്ങൾ ഇനി ഒരിക്കലും റെസ്റ്റ് എടുക്കാതെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ മെയിൻസിന്റെ സിലബസ് വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഈ ആദ്യഘട്ട പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ നടത്തി പോവുക. പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ നിൽക്കേണ്ട. പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ നടത്തി മുമ്പോട്ട് പോകണം, ഒന്നാമത്തെ കാര്യം. 2, മനസ്സിനെ ശാന്തമായിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. ഒരിക്കലും ടെൻഷൻ ആവാൻ പാടില്ല. മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ മനസ്സിനെ ശാന്തമായിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. കാരണം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നുപോകും. അത് നമ്മുടെ പരീക്ഷയെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദിവസങ്ങൾ മുമ്പോട്ട് പോകണം. പരമാവധി സമയം, ഉറക്കമൊഴികെയുള്ള പരമാവധി സമയം റിവിഷന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി റിവിഷൻ നടത്തി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്ക് തരുവാനുള്ള സജഷൻ. 2ാം ഘട്ടം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു 30 ദിവസത്തെ സമയം ഉണ്ടാവും. ആ 30 ദിവസം എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് പറയുവാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ CCയുടെ നേതൃത്വത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ് പോകുന്നത്. അടുത്ത 30 ദിവസം, ആ 30 ദിവസം 5 ദിവസങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചു. അതായത് 6 സ്ലോട്ടുകളായിട്ട് മാറി. ആദ്യത്തെ 5 ദിവസം ആദ്യ സ്ലോട്ടിലെ, 6 മുതൽ 10 വരെ ഉള്ളത് അടുത്ത സ്ലോട്ടിൽ, അങ്ങനെ 5 ദിവസങ്ങളുടെ
6 സ്ലോട്ടുകൾ ക്രമീകരിച്ച് 6×5 30 ദിവസത്തിനെ 6 സ്ലോട്ടുകളായിട്ട് മുറിച്ചിട്ട് ആദ്യ സ്ലോട്ടിലെ, അതായത് ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും മെം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ പ്രാക്ടീസ് സെഷനുമായിട്ട് പ്രയോജനപ്പെടുത്തണം. അത് നമ്മുടെ ക്ലാസിന്റെ ഒരു ടൈം ടേബിൾ ആണത്. അതായത് മിറാക്കിളിന്റെ നമ്മുടെ ആദ്യഘട്ട ബാച്ചിലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ എക്സാം ഹാളിലേക്ക് പോവുകയാണ്. സോ മിറാക്കിൾ 2.0 രണ്ടാമത്തെ, ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ സ്ലോട്ടിനകത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മെം പ്രാക്ടീസും ഉണ്ട്. അപ്പം തന്നെ ഏകദേശം ഐഡിയ കിട്ടി. പക്ഷെ നമുക്ക് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് 2021 മുതൽ 2024 വരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ പാറ്റേൺ പരിശോധിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, DPSP, ലിസ്റ്റുകൾ, അമെൻമെന്റുകൾ, എമർജൻസി, പഞ്ചായത്ത് രാജ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്ന് പറയുന്ന ഇത്രയും ഭാഗം മാത്രം നമ്മൾ പഠിക്കുന്നു. എന്ന് ആദ്യത്തെ 5 ദിവസം നമ്മൾ അത്രയും ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹോട്ട് ടോപ്പിക്കുകളാണ് അത്. അത്രയും ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുമുണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. അതിൻ്റെ കൂടെ മെം പ്രാക്ടീസും ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ മിറാക്കിൾ 2.0 ബാച്ചിന്റെ പ്രത്യേകത. ആദ്യത്തെ 5 ദിവസം നമ്മൾ ഇങ്ങനെ പോകുന്നു. അടുത്തത് 6 മുതൽ 11 വരെയുള്ള ദിവസങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയും IT-യും മെം പ്രാക്ടീസും നമ്മൾ പോകുന്നു. സോ അതിന്റെ സിലബസ്, ഹോട്ട് ടോപ്പിക്കുകൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു വേണം പഠിക്കാൻ. അങ്ങനെ 12 മുതൽ 17 വരെ ജോഗ്രഫിയും മെം പ്രാക്ടീസുമാണ്. ജോഗ്രഫിക്കകത്തുനിന്ന് ചോദിച്ചു പോയ 2021 മുതൽ 2024 വരെ ചോദിച്ചു പോയ എല്ലാ ഹോട്ട് ടോപ്പിക്കുകളും ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ടോപ്പിക്കുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് 3 ഷിഫ്റ്റുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 3 സ്ലോട്ടുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത 3 സ്ലോട്ടുകളുടെ ടൈം ടേബിൾ കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലെ നമ്മളൊരു മിറാക്കിൾ 2.0 എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളായിരിക്കും എല്ലാവർക്കും. ഈ 30 ദിവസം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ബാച്ചാണ് മിറാക്കിൾ 2.0. സോ ഇനി നിങ്ങൾ പഠിക്കുവാൻ തുടങ്ങുന്നു എന്ന് കരുതുക. അതായത് 2ാം ഘട്ടം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടത്തിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. സോ അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ 2021 മുതൽ 2024 വരെയുള്ള ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ചോദ്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മിറാക്കിൾ ആദ്യ ബാച്ചാണെങ്കിലും 2ാമത്തെ ബാച്ചാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ മിറാക്കിൾ ആദ്യ ബാച്ചിനകത്തെ ക്ലാസ്സുകളെല്ലാം പോകുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് 2021 മുതൽ 24 വരെ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ എല്ലാം ഒരു പ്രാക്ടീസ് സെഷനാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ 2ാമത്തെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സജഷനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രെസ് മാനേജ്മെന്റ് ആണ്, അതുപോലെ റിവിഷനുമാണ്. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഈ ഒരു സാഹചര്യത്തിൽ വരാൻ പാടില്ല. സോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ തള്ളി നീക്കുവാൻ. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ റിവിഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾ വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. സോ മിറാക്കിൾ 2.0 ബാച്ചിന്റെ പ്രത്യേകത ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ 6 സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പരമാവധി ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഒരവസരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് പിന്നീട് തിരിച്ചു വരുത്തില്ല. എല്ലാ സാധ്യമായ എല്ലാ അവസരങ്ങളും
പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സർക്കാർ ജോലി നേടിത്തന്ന വർഷമാക്കി മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും നിങ്ങൾ തുടങ്ങുക. എല്ലാവർക്കും ഈ 2025 ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുന്ന എല്ലാ എൻ്റെ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.